നിന്ന് ഏകദേശം 60 കിലോമീറ്റർ അകലെയുള്ള മാവടി കടേപ്പത്തർ എന്ന വിചിത്രമായ ഒരു ഗ്രാമം. ഇവിടെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ കുറിച്ചുള്ള വാർത്തകൾ വരുമ്പോഴെല്ലാം ആഘോഷമാണ്. രജനീകാന്തിനെ പോലെ ഒരു സൂപ്പർ സ്റ്റാറിന് ലോകത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും ആരാധകർ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ പൂനെക്കടുത്തുള്ള ഈ ചെറിയ ഗ്രാമത്തിലെ ആളുകൾക്ക് ആരാധന കുറച്ച് കൂടുതൽ ആഴമേറിയതാണ് എന്ന് തന്നെ പറയാം. ഇവിടുത്തെ ഗ്രാമവാസികൾ അദ്ദേഹം തങ്ങളുടെ സ്വന്തമാണ് എന്നാണ് അവകാശപ്പെടുന്നത്. ആരാധകർ രജനീകാന്തിന്റെ ചിത്രം ശരീരത്തിൽ ടാറ്റു ചെയ്യുന്നതും അദ്ദേഹത്തോടുള്ള ആദരസൂചകമായ ക്ഷേത്രങ്ങൾ പണിയുന്നതുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമം തന്നെ രജനീകാന്തിന്റെ പേരിൽ അറിയപ്പെടുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇവിടുത്തെ നാട്ടുകാർക്ക് രജനീകാന്ത് അവരുടെ നാടിന്റെ പ്രിയപുത്രനാണ്. ഇവർ അദ്ദേഹത്തെ യഥാർത്ഥ നാമമായ ശിവാജിറാവു ഗെയ്ക്വാദ് എന്നാണ് വിളിക്കുന്നത്. മാവടി കടേപ്പത്തറിനെ പലപ്പോഴും രജനീകാന്തിന്റെ ഗ്രാമം എന്നാണ് അറിയപ്പെടുന്നത്. രജനീകാന്തിന്റെ മുത്തച്ഛന് ഗ്രാമവുമായി ബന്ധമുണ്ടായിരുന്നു എന്നാണ് ഇവിടുത്തെ ഗ്രാമവാസികൾ പറയുന്നത്. ഒരു നൂറ്റാണ്ട് മുൻപ് കർണാടകയിലെ വിജയപുര താലൂക്കിലെ ബസവണ്ണ ബാഗേവാഡിയിലേക്കും പിന്നീട് ജോലി തേടി ബംഗളൂരുവിലേക്കും അദ്ദേഹത്തിന്റെ കുടുംബം താമസം മാറുകയായിരുന്നു. രജനീകാന്ത് ബംഗളൂരുവിലാണ് ജനിച്ചത്. സിനിമകളിൽ വലിയ പ്രകടനം കാഴ്ചവെച്ച ശിവാജിറാവു ഗെയ്ക്വാദ് മണ്ണിന്റെ മകനാണെന്നാണ് ഇവിടുത്തെ ഒരു ഗ്രാമീണൻ 2021 PTAയോട് പറഞ്ഞത്. രജനീകാന്തിന്റെ വേരുകൾ ഈ ഗ്രാമത്തിലാണ് ഉള്ളതെന്നും ഇവിടെ ഇപ്പോഴും നിരവധി ഗെയ്ക്വാദുകൾ താമസിക്കുന്നുണ്ടെന്നും ഗ്രാമീണർ പറയുന്നു. എന്നിരുന്നാലും ഗ്രാമവാസികൾ ഇത് രജനീകാന്തിന്റെ പൂർവിക സ്ഥലമായി തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. ഈ ഗ്രാമത്തിലുള്ളവർ അദ്ദേഹവുമായി വീണ്ടും ബന്ധപ്പെടാനും അദ്ദേഹത്തെ ഗ്രാമത്തിലേക്ക് ക്ഷണിക്കാനും നിരവധി തവണ ശ്രമിച്ചിട്ടുണ്ട്. ചെന്നൈയിൽ വെച്ച് നിരവധി ഗ്രാമവാസികൾ അദ്ദേഹത്തെ കാണാൻ ശ്രമിച്ചിരുന്നു. 2013 സസ്വാദിൽ ഒരു മറാത്തി സാഹിത്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഞങ്ങൾ അദ്ദേഹത്തെ ക്ഷണിച്ചു. പക്ഷെ ഞങ്ങൾക്ക് ഒരു പ്രതികരണവും ലഭിച്ചില്ല എന്നും ഗ്രാമത്തിലെ വിജയ് ഗോൾഡ പറയുന്നു. ഒരു ദിവസം രജനീകാന്ത് തന്റെ വേരുകൾ തേടി വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ ശക്തമായി വിശ്വസിക്കുന്നതെന്നാണ് ഗ്രാമവാസികൾ ഇപ്പോഴും പറയുന്നത്. അതേസമയം 2023 പുറത്തിറങ്ങിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ജയിലറിന്റെ തുടർച്ചയായ നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്ത ജയിലർ 2 ചിത്രീകരണ തിരക്കിലാണ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത്. ജയിലർ 2 പൂർത്തിയാക്കിയ ശേഷം രജനി തന്റെ അടുത്ത പ്രൊജക്ടിലേക്ക് കടക്കും. തലൈവർ 173 എന്നാണ് ചിത്രത്തിന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്നത്.